കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലകൻ സ്വീഡിഷ് പരിശീലകൻ മിച്ചൽ സ്റ്റാറെ മുഖ്യ പരിശീലകനാകും. ക്ലബ്ബുമായി 2026 വരെ കരാറിൽ ഒപ്പുവെച്ചു. അനിൽ വാസുദേവൻ വിവരങ്ങളുമായി. അനിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, അങ്ങനെ ഇവാൻ വുക്കോമനോവിച്ചിന് പകരക്കാരനെ കണ്ടെത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. മിച്ചൽ സ്റ്റാറെയാണ് അവരുടെ പുതിയ പരിശീലകൻ. 2026 വരെയാണ് പുതിയ പരിശീലകനുമായി കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇവാൻ വുക്കോമനോവിച്ച് കഴിഞ്ഞ 3 സീസണുകളായി കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ച ശേഷം വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജി ഉണ്ടായിരുന്നത്. അദ്ദേഹം ടീമുമായി വേർപിരിയാൻ കാരണം. അപ്പോൾ അതിനൊത്ത ആരാധകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പരിശീലകൻ, ആ പരിശീലകന് റീപ്ലേസ് ചെയ്യാൻ തക്കവണ്ണം ഒരു മികച്ച പരിശീലകനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണമായിരുന്നു. അങ്ങനെ കണ്ടെത്തിയ പേരാണ് ഈ മിച്ചൽ സ്റ്റാറെ എന്നുള്ളത്. സ്വീഡിഷ് പരിശീലകനാണ്. 2 പതിറ്റാണ്ടോളമായി അദ്ദേഹം ഈ പരിശീലക രംഗത്തുണ്ട്. ചൈന, നോർവേ, തായ്വാൻ, അമേരിക്ക തുടങ്ങിയ ലീഗുകളിലെ തന്നെ ടീമുകളെയൊക്കെ തന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. സ്വീഡിഷ് ടീം AIKയുടെ പരിശീലകനായിരുന്നു. അവർക്ക് വേണ്ടി നിരവധി കപ്പുകളൊക്കെ തന്നെ നേടിക്കൊടുത്തിട്ടുള്ള പരിശീലകനാണ്. ആ ഒരു മികവ് തന്നെയാണ് ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ, ഈ സ്റ്റാറയെ എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഫിൽ ചെയ്യേണ്ട ഷൂ വളരെ വലുതാണ്. കാരണം ഇവാൻ വുക്കോമനോവിച്ച് എന്ന പരിശീലകൻ റെക്കോർഡിൻ്റെ കാര്യത്തിലും ഒപ്പം തന്നെ ആരാധകരുമായും കളിക്കാരുമായും ഒക്കെ തന്നെ വലിയ ബന്ധമുണ്ടാക്കിയ ആളാണ് ഇവാൻ വുക്കോമനോവിച്ച്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുറവ് അറിയിക്കാത്ത തരത്തിൽ വലിയ വിജയങ്ങൾ നേടേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ടീമിനെ ആ തരത്തിൽ ആരാധകരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനം തന്നെ ഈ സ്റ്റാറയ്ക്ക് നടത്തേണ്ടതുണ്ട്. കാരണം ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരാധക പിന്തുണയുള്ള ടീമുകളിലൊന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അവർക്ക് മുൻകാലങ്ങളിൽ പല പരിശീലകരും വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവാൻ വുക്കോമനോവിച്ചോ കോപ്പലോ അടക്കമുള്ള 1-2 പരിശീലകരെ മാത്രമാണ് ആരാധകർക്ക് പോലും ബോധ്യപ്പെട്ടുള്ളത്, അല്ലെങ്കിൽ മികച്ച റെക്കോർഡുള്ളത്. അപ്പോൾ സ്റ്റാറയ്ക്ക് മുന്നിലും വലിയ വെല്ലുവിളിയാണ്. എന്തായാലും സ്റ്റാറയ്ക്ക് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായി ഒരു കിരീടം നേടുമോ എന്നറിയാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. അനിൽ വാസുദേവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.